ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 13 പേർ മരിച്ചു. വിഴുപ്പുറത്ത് ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. കനത്ത മഴയിൽ കൃഷ്ണഗിരി ഊത്തങ്കരയിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മുങ്ങി. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, വലിയ നാശനഷ്ടമുണ്ടാക്കി കൊണ്ടാണ് ഫിഞ്ചാൽ പിന്മാറുന്നത്. ഇപ്പോൾ മരണത്തിന്റെ ഔദ്യോഗിക കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെയൊക്കെ വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് കൂടുതൽ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിത് ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്? വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ട്രെയിൻ സർവീസ് പഴയ രീതിയിലേക്കാകാൻ എത്ര സമയമെടുക്കും? വൈദ്യുതി വിച്ഛേദിച്ചത് അതെല്ലാം പൂർണ്ണ നിലയിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വിതച്ച നാശം ഇന്നും ഒടുങ്ങിയിട്ടില്ല. ഇനിയും ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും. ഒരു 50% എങ്കിലും ചില ജില്ലകളിൽ ജനജീവിതം ഒരു സാധാരണ നിലയിലേക്ക് എത്താനായി. ഏറ്റവും പ്രധാനമായി ഈ പുഴകളിലും നദികളിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇത് കരകവിഞ്ഞൊഴുകുന്നത് ഇപ്പോൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ തിരുവണ്ണാമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലാണ്. തിരുവണ്ണാമലയിൽ ഒരു വലിയ ഉരുൾപൊട്ടലല്ല ഉണ്ടായത്, പക്ഷേ 3 വീടുകളെ പൂർണ്ണമായും മണ്ണ് മൂർന്ന തരത്തിലേക്ക് ഉരുൾപൊട്ടൽ മാറി. അതിൽ തന്നെ ഒരു വീട്ടിൽ 7 പേരുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരു മുതിർന്ന 2 പേരും 5 കുട്ടികളുമാണ് ആ വീടിനകത്തുള്ളത്. അപ്പോൾ അത് ഇന്നലെ രാത്രി മുതൽ തുടരുന്ന രക്ഷാപ്രവർത്തനമാണ്. അതിൽ ഒരു മതിയായ വേഗം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവിടേക്ക് JCBയോ മറ്റുമൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പ്രദേശത്തേക്കുള്ള വഴി തന്നെ ആകെ ചെളിക്കുണ്ടായി കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ കൊണ്ടുപോയി പരിശോധിക്കാൻ, JCB ഒക്കെ കൊണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ NDRFന്റെയും SDRFന്റെയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ അത് കുന്താലിയും മൺവെട്ടിയും ഒക്കെ കൊണ്ട് മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 7 പേരും ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയില്ല. ഈ വീടിനുള്ളിലാണ് എന്നാണ് സംശയം. മാത്രമല്ല, മരണസംഖ്യ ഉയരുന്നുണ്ട്. മരണസംഖ്യ ഇപ്പോൾ 13 മരണമായി മാറിയിരിക്കുന്നു. അത് 4 ചെന്നൈയിലാണ്, 5 പേർ മരിച്ചത് പുതുച്ചേരിയിലാണ്. ബാക്കിയുള്ളവർ ഇപ്പറയുന്ന തിരുവണ്ണാമലയിൽ 3 പേർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വെല്ലൂരിൽ മരിച്ചു. ഇത്തരത്തിൽ ഒരു മരണസംഖ്യ 13ആയി മാറുമ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം. കാരണം നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ കാണാതായ ആരുടെയെങ്കിലും മൃതദേഹം കിട്ടുമോ എന്നുള്ള ആശങ്കയുണ്ട്. എന്തായാലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന്. പക്ഷേ നാശനഷ്ടങ്ങൾ അതിൽ നിന്ന് തിരിച്ചു കരകയറാൻ ഇനിയും സമയമെടുക്കും. അനുജ, ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് 13 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പലയിടങ്ങളിലും. കൂടുതൽ മരണമുണ്ടാകാനുള്ള സാധ്യത, കൂടുതൽ മൃതദേഹം കണ്ടെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് മുഹമ്മദ് റഹീസ് നൽകുന്ന വിവരം. ജീവിതം പഴയപടിയിലാകാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് വിശദാംശം.